അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളി വീഡിയോ ആയിട്ടാണ്. എൻ്റെ ഉമ്മി 8 months പ്രഗ്നന്റ് ആണ് ഗൈസ്. അപ്പൊ ഡെലിവറി നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വാവിക്കും ഉമ്മിക്കും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗ് പാക്കിംഗ് ആണ് ഗൈസ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. അപ്പൊ കം വിത്ത് മീ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ബേബിക്ക് വേണ്ടി മേടിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ടവൽസ് ആണ് ഗൈസ്. അപ്പൊ നമുക്കിത് കാണാം. നല്ല സോഫ്റ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു ക്യാപ്പുള്ള ടവലാണ് ഗൈസ്. റിസീവിങ് ടവൽസ് ആണ്. അപ്പൊ ഇതിലാണ് എനിക്ക് ആദ്യം ബേബിയെ മേടിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഗൈസ്. പിന്നെ ഒരു കാര്യം, ഇത് എല്ലാ ടവൽസ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും ഉമ്മ ഡെറ്റോൾ ഇട്ട് കഴുകി ഉണക്കി അയൺ ചെയ്ത് മടക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പൊ അത് അത്രത്തോളം സേഫ് ആണ് ഗൈസ്. അതെ, ഈ രണ്ട് ടവൽസ് രണ്ട് കളറിലായിട്ട് വരുന്നുണ്ട്, വൈറ്റും ഒരു ആഷ് ഗ്രേ കളറും. ഇത് കണ്ടോ, ഇത് ക്യാപ്പില്ലാത്ത ബാത്ത് ടവൽസ് ആണ് ഗൈസ്. ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടവൽസ് ആണ്. ഇത് വേറൊരു മെറ്റീരിയലിൽ വരുന്നതാണ്, ബട്ട് ഇതും സോഫ്റ്റ് ആണ്. ഇത് രണ്ടും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ഐറ്റംസ് ആണ്. പിന്നെ ഇത് കവറിലിട്ട് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഈ ഡസ്റ്റ് ഒന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയാണ്, പൊടി അടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ മേടിച്ചതെന്ന് പറഞ്ഞാൽ നല്ല മിറ്റൻസ് ആൻഡ് ബ്യൂട്ടീസ് ആണ്. പിന്നെ ഒരു ക്യാപ്പും മേടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ബേബീസിന് യൂസ് ചെയ്യാനുള്ള ഹാൻഡ് ക്യാപ്പും ലെഗ് ക്യാപ്പും പിന്നെ ഹെഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ തൊപ്പിയും ഉണ്ട്. പിന്നെ ഗൈസ്, നമ്മൾ ബേബീനെ റിസീവ് ചെയ്തതിന് ശേഷം നമ്മൾ തൊട്ട് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സംസം വെള്ളം വെച്ചാണ് നമ്മൾ കുഞ്ഞാവൾക്ക് തൊട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ അടിയാണ്, ഞാൻ തൊട്ട് കൊടുക്കുമെന്നാണ്, ഞാൻ തൊട്ട് കൊടുക്കും ഗൈസ്, ഞാൻ തൊട്ട് കൊടുക്കും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര അടിയാണ്. ഇനി നമ്മൾ മേടിച്ചിട്ടുള്ളത് ഈ വൈപ്സ് ആണ് ഗൈസ്. നല്ല വൈപ്സ് ആണിത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ എപ്പോഴും യൂസേജ് വരുന്ന ഒരു സാധനമാണ് വൈപ്സ്. സോ നമ്മൾ വൈപ്സും മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഡ്രൈ ഷീറ്റ് മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ഹോസ്പിറ്റലിൽ വെച്ച് യൂസ് ആവാമായിരിക്കാം. അപ്പം നമ്മളൊരു ഡ്രൈ ഷീറ്റും മേടിച്ചിട്ടുണ്ട്, ഒരു ഗ്രീൻ കളർ ഡ്രൈ ഷീറ്റ്. ഒരു ഫീഡിങ് ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. ഈ ഫീഡിങ് ബോട്ടിൽ നല്ല കുഞ്ഞി ബോട്ടിലാണ് ഗൈസ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലാണ് അല്ലേ ബാബി? നല്ല ക്യൂട്ട് കുഞ്ഞി ബോട്ടിലാണ്. നമ്മുടെ കുഞ്ഞാവയുടെ അത്ര ഉള്ള ഒരു ബോട്ടിലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതും മേടിച്ചിട്ടുണ്ട് കുഞ്ഞാവയ്ക്ക്. പിന്നെ ഇത് ഇപ്പം യൂസ് ആവുമോയെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് വരുമ്പോൾ കാണാം ഗൈസ് എങ്ങനെയായിരിക്കും ഇതിൻ്റെ യൂസേജ് എന്നൊക്കെ. ഇത് എത്ര മില്ലി ഗൈസ്? 60 മില്ലിയാണ്. 60 മില്ലി. നമുക്കിത് അടച്ചു വെക്കാം. ഫ്രണ്ട്സ്, ഞാൻ മാത്രം സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അബാബിക്ക് ഒരു ഇതാവുകയാണ്. അങ്ങനെ നമുക്ക് അബാബിക്ക് ഒരു ചാൻസ് കൊടുക്കാം. അബാബി സംസാരിക്കും. ഇത് നമുക്ക് കുഞ്ഞാക്ക് വേണ്ടിയിട്ട് ഇത് നമ്മൾ പൗഡർ സാധനം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എല്ലാവർക്കും. ഇത് കുഞ്ഞാക്ക് സോപ്പ്, ക്രഞ്ചി സോപ്പ്, അത് സോപ്പിടുന്നതാണ് ഇത്. പിന്നെ ഗൈസ്, നമ്മളൊരു ക്യൂട്ട് നെയിൽ ക്ലിപ്പർ കണ്ടപ്പോൾ അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര മിനി നെയിൽ ക്ലിപ്പറാണ് ഗൈസ്, ഇത്രേ ഉള്ളൂ. അപ്പം ഇത് നമ്മളൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോഴൊന്നും യൂസ് ആവത്തില്ല, കാരണം ബേബി വരുമ്പോഴത്തേക്ക് ബേബിയുടെ നെയിൽസ് ഒക്കെ കുഞ്ഞാൻ സോഫ്റ്റ് അല്ലേ, ആർക്കാണ് കട്ട് ചെയ്യാൻ തോന്നുന്നത് അല്ലേ. അപ്പം നമ്മൾ ഇത് ഇപ്പോഴൊന്നും യൂസ് ചെയ്യത്തില്ല. ഞാൻ വെട്ടിക്കൊടുക്കത്തില്ല, വേറെ ആരെങ്കിലും വെട്ടിക്കൊടുക്കും. പിന്നെ ഓക്കെ, പിന്നെ നമ്മളിതാ കുഞ്ഞാവയ്ക്ക് വേണ്ടി കുറച്ച് നല്ല ക്യൂട്ട് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. നമുക്കിത് കാണാം. അപ്പൊ നമുക്ക് ഇതെല്ലാം കണ്ടിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. പിന്നെ നമ്മളിതാ 2 ക്ലോത്ത് ഡൈപ്പേഴ്സ് വാങ്ങിയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ഒരു ക്ലോത്ത് ആണ് ഗൈസ്. നമ്മൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണ്. നമുക്കിത് തിരിച്ച് ഫോൾഡ് ചെയ്ത് വെക്കാം ഗൈസ്, കാരണം ഇത് ഉമ്മി വാഷ് ചെയ്ത് ഫോൾഡ് ചെയ്തൊക്കെ വെച്ചതാണ്. സോ നമുക്കിത് ഈ ഒരു ടവല് നിങ്ങൾ കണ്ടോ? ഈ ഒരു ടവല് നമുക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ടവലാണ്. ആർക്ക് കണ്ടാലും ഒന്നിങ്ങനെ കിടക്കാൻ തോന്നും, അത്ര അടിപൊളി ടവലാണ്, ഭയങ്കര സോഫ്റ്റ്. അപ്പോൾ ഇത് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ നമ്മുടെ ബേബിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തൊരു ടവലാണ്.
സോ നമുക്ക് ഇതിവിടെ ഗൈസ്. പിന്നെ നമ്മൾ ബേബിക്ക് വേണ്ടി രണ്ട് മസ്ലിൻ സ്വാഡൽസ് മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് അത്ര ഇതായിട്ട് പറയാനൊന്നുമില്ല, രണ്ട് അടിപൊളി കോട്ടൺ പോലത്തെ രണ്ട് ടവൽസ് ആണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ബേബിയെ തുടയ്ക്കാൻ, ബേബിയെ ക്യാരി ചെയ്യാൻ, എന്തിനും നമുക്ക് ഈ രണ്ട് ടവൽസ് യൂസ്ഫുൾ ആണ്. പിന്നെ ഇത് നല്ലൊരു ഫൈൻ മെറ്റീരിയൽ ആണ് ഗൈസ്. പിന്നെ ഇതുണ്ട് കളർ കോംബോ ഉണ്ട് ഗൈസ്. വൈറ്റിൽ ഒരു ക്യാൻഡി ഷെയ്ഡ് വരുന്ന കണക്കത്തെ കളറാണ്. ഞാനും അബാബിയും തന്നെ സെലക്ട് ചെയ്തതാണ് കളേഴ്സ് ഒക്കെ. പിന്നെ ഗൈസ് ഈ ഒരു ബോക്സിൽ നമ്മൾ സെറ്റോടെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. മിറ്റൻസ് ആൻഡ് ബൂട്ടീസും മേടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് കാണാം. അപ്പോൾ ഇത് വന്നിട്ട് മിറ്റൻസ് ആൻഡ് ബൂട്ടീസ് ആണ് ഗൈസ്. മിറ്റൻസ് ആൻഡ് ബൂട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് സോക്സും ഹാൻഡ് സോക്സും ആണ്. നമ്മുടെ കാലിലും കയ്യിലും നമ്മുടെ ബേബീസിന് ഇട്ട് കൊടുക്കുന്ന നല്ല ക്യൂട്ട് സോക്സ് ആണ് ഗൈസ്. പിന്നെ കുറച്ച് ഫേസ് ടവൽസ് വന്നിട്ടുണ്ട്. നമ്മുടെ പാലും ഒക്കെ ഇങ്ങനെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടവൽസ് വരുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവലാണ്. ഉമ്മി ഇതെല്ലാം കഴുകി മടക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുന്നത്. ഇത് ഒത്തിരി നമ്മൾ മേടിച്ചിട്ടുണ്ട്. 1 2 ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റം ആയതാണ് നമ്മൾ ഇത്രയും മേടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കോട്ടൺ തുണി മേടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളിത് മീറ്ററായിട്ട് മേടിച്ച് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് അയൺ ചെയ്ത് മടക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം. ഇത് നമ്മൾ ഈ കോട്ടൺ ഡൈപ്പർ ഇതിന് വേണ്ടി ഇതിന് പകരം യൂസ് ചെയ്യുന്നതാണ്. പണ്ടുള്ളവരൊക്കെ ഇതായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. നല്ല കോട്ടൺ തുണിയാണ് ഗൈസ്. നമുക്കത് കാണാം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെക്കും. ഉമ്മയും വാപ്പിയും കൂടി സൈസിന് കറക്റ്റ് കട്ട് ചെയ്തെടുത്തതാണ് ഗൈസ്. കണ്ടോ? ഇത് നമ്മൾ ഈ ഡൈപ്പറിന് വേണ്ടി കറക്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് കെട്ടുന്നത്. അബാബിക്ക് പണ്ട് കണ്ടൊരു ഓർമ്മയാണ് ഗൈസ്. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കെട്ടും. പിന്നെ ഉമ്മി കുറച്ച് എക്സ്ട്രാ വെള്ള തുണിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ഈ ഒരു ടവലുണ്ട്. എൻ്റെ പൊന്നെ സെറ്റ് ടവലല്ലേ. ഇത് ഉമ്മി തന്നെ ഇഷ്ടപ്പെട്ടെടുത്തതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. നല്ല സെറ്റ് ടവലാണ്. കണ്ടോ? ഇത് നമ്മൾ വാങ്ങിച്ചു വെച്ചു. പിന്നെ നമ്മുടെ ന്യൂ ബോൺ ബേബീസിന് പറ്റിയ ഒരു പാമ്പേഴ്സും മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചേ മേടിച്ച് വെച്ചിട്ടുള്ളൂ ഗൈസ്. നമുക്ക് ഓടിപ്പോയി മേടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മേടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഗൈസ് നമ്മൾ രണ്ട് ബ്ലാങ്കറ്റ്സ് പോലത്തെ ടവൽസും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങാനും യൂസ് വന്നാൽ യൂസ് ചെയ്യാമല്ലോ. അതും വെച്ചിട്ടുണ്ട്. ഇത് നല്ല 2 അടിപൊളി ടവൽസ് ആണ് ഗൈസ്. അയ്യോ. പിന്നെ ഇത് കണ്ടോ? ഇത് നിങ്ങളിപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും കുഞ്ഞുവാവയ്ക്ക് എന്തിനാ ഇത്രയും വലിയ പാൻറ്റും. ഇത് കുഞ്ഞുവാവയ്ക്കല്ലേ ഗൈസ്, അബാബിക്കാണ്. എങ്ങാണോ അബാബി ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് എങ്ങാണം കരഞ്ഞ പിന്നെ എന്താ ഡ്രസ്സ് എടുക്കാനൊന്നും ഓടാൻ വയ്യ ഗൈസ്. അതുകൊണ്ട് അബാബിക്ക് 2 പാൻറ്റും ഒരു ടീഷർട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അവള് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഗൈസ് നമുക്ക് ബേബിയുടെ കുറച്ച് ഡ്രസ്സ് കണ്ടാലോ. അപ്പം ഞാൻ ഈ ഒരു ടവൽ ഇങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സും ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട് ഗൈസ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഇത് 1C ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഈ 2 1Cs ആണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ വൈറ്റ് ഞാൻ സെലക്ട് ചെയ്തതാണ് ഗൈസ്. അപ്പോൾ ഈ വൈറ്റ് 1Cയും പിന്നെ ഈ ക്യാപ്പും പിന്നെ ഈ മിറ്റൻസ് ആൻഡ് ബൂട്ടീസും പിന്നെ നമ്മുടെ ഇൻഷാല്ല ഇതിൻ്റെ കൂടെ കാണിച്ച ഇൻഷാല്ലയുടെ റിസീവറും ആയിട്ട് ബേബിയെ കൊണ്ടുവരണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ് ഗൈസ്. ഇൻഷാല്ല നമുക്കത് കഴിയും. എന്താ ഇങ്ങനൊരു കുട്ടി ഉടുപ്പ് മേടിച്ചിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് തുണിയാണ് ഗൈസ്. നല്ല അടിപൊളി പാറ്റേണിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇതിൽ നമുക്കിങ്ങനെ ബട്ടൺസ് വരുന്നുണ്ട്. ഇങ്ങനെ ടിക് ടാക് ബട്ടൺസ്. ഇതിങ്ങനെ ഇട്ട് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നെ അതിൻ്റെ പോലെ തന്നെ വേറെ ഫുൾ കൈ വരുന്ന ഇതൊക്കെ ഇട്ട് കുട്ടപ്പിയോ വരും. ഇതൊക്കെ ഇടാനൊരു കുട്ടപ്പിയോ വരും ഗൈസ്. അതാ ഈ ഒരു ഫുൾ കൈ വരുന്ന ഡ്രസ്സ്. വൈറ്റ് ഡ്രസ്സ്. ഓ ഗുഡ് വൈബ്സ്. അല്ലേ ഗൈസ്, ഗുഡ് വൈബ്സ്.
പിന്നെ അതിന് വെച്ച ഒരു എന്താണ് ഒരു നിക്കറും ഉണ്ട് ഗൈസ്. നിക്കർ, കുട്ടി നിക്കർ. ഈ ഒരു ഉടുപ്പ് കണ്ടോ? ഈ ഒരു ഉടുപ്പ് ഇങ്ങനെ കെട്ടുന്ന ഉടുപ്പാണ്. ഉമ്മി ഇതിന്റെ പേരെന്തുവായിരുന്നു? ഉമ്മി നേരത്തെ എന്താ പറഞ്ഞായിരുന്നല്ലേ? പള്ള ഉടുപ്പാണ് ഗൈസ്. പള്ള ഉടുപ്പ്. അതേപോലത്തെ കുറേ പള്ള ഉടുപ്പ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ റിബൺ വരുന്ന. ഇത് അബാബിക്കും ഉണ്ടായിരുന്നു ഗൈസ് ഒത്തിരി. പിന്നെ ഗൈസ് നമ്മൾ കുറച്ച് ബട്ടൺസ് വരുന്ന ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്, നല്ല കുട്ടപ്പനായിട്ടിരിക്കാൻ. ഈ ഒരു പള്ളുടുപ്പ് അടിപൊളി പള്ളുടുപ്പ് ഗൈസ്. നല്ല ഫ്ലവർ പെറ്റൽസ് ഒക്കെ ഡിസൈൻ വരുന്നത്. ഇത്രയും പള്ള ഉടുപ്പും വണ്ണീസും നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സാധനം മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അഡീഷണൽ ആയിട്ട് മേടിച്ചതാണ്. ഇപ്പോഴൊന്നും ബേബിക്ക് ഇതിന്റെ യൂസ് വരത്തില്ല. ഫുഡ് കഴിക്കാൻ നേരത്ത് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് ഗൈസ്. നമ്മൾ ഡ്രസ്സിലൊന്നും ആവാതെ ഇരിക്കാൻ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്ത് കുഞ്ഞാവ ഇട്ട് പിടിക്കുമ്പോഴൊക്കെ ഇതൊക്കെ അങ്ങ് മറന്നു വന്നാൽ നമ്മൾ ഇട്ട് കൊടുക്കും. ഞാൻ ഓർമ്മിപ്പിക്കും ഗൈസ് ഉമ്മിയെ ഇതിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതും നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോഴൊന്നും യൂസ് ആവത്തില്ല. ഇൻഷാല്ലാ നമുക്ക് ഇതൊക്കെ ഇട്ട് ഫുഡ് കൊടുക്കണം. ഇതെല്ലാം നമ്മുടെ ബാസ്ക്കറ്റിനുള്ളിൽ നമുക്ക് സെറ്റ് ചെയ്താലോ? പക്ഷെ ഞാൻ സെറ്റ് ചെയ്ത ഇത് കുളമായി പോകും ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഉമ്മിയെ പിടിക്കാം. ഉമ്മി കമോൺ. അപ്പൊ ഗൈസ് ഉമ്മി വന്നിട്ടുണ്ട്. ഇനി ഉമ്മിയുടെ ഓർഡറിനനുസരിച്ച് ഞാൻ സാധനം എടുത്ത് കൊടുക്കാൻ പോവാണ്. ഈ ടവലെല്ലാം നമ്മളൊരു ബാഗിലാണ് ഗൈസ് വെക്കുന്നത്. അപ്പൊ ഈ നെസസറി ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഇതിൽ വെക്കാം. വൈപ്സ് ആദ്യം നമുക്ക് വൈപ്സ് എടുത്ത് കൊടുക്കാം. സംസം വെള്ളം ഗൈസ്. ഉടുപ്പുകൾ ഒരു ചിരിയാവട്ടെ. ടവൽസ് ഞാൻ എടുത്തിട്ട് കവറിൽ വെച്ചില്ല. പക്ഷെ നമുക്ക് കവറിൽ എന്തോ ഗൈസ് നമ്മൾ ഇതൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ബാഗിൽ വെക്കുന്നില്ല. കാരണം ഇതെല്ലാം വീട്ടിൽ വന്നിട്ടുള്ള യൂസിനുള്ളതാണ്. സോ ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഗൈസ് ഇനി നമ്മുടെ ഉമ്മയുടെ സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഒരു തോർത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഉമ്മയ്ക്ക് ആവശ്യമുള്ള കുറച്ച് തുണികൾ ബാത്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്. പിന്നെ ഉമ്മയുടെ കുറച്ച് നൈറ്റീസ് ആണ് ഗൈസ്. ഉമ്മയുടെ ഡ്രസ്സാണ്. പിന്നെ നമ്മൾ കുറച്ച് ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തായാലും ബെഡ്ഷീറ്റിൻ്റെ യൂസ് വരും ഗൈസ്. സോ നമ്മൾ കുറച്ച് ബെഡ്ഷീറ്റ്. പിന്നെ ഉമ്മയുടെ കുറച്ച് അണ്ടർ ഗാർമെൻറ്റ്സ്. പിന്നെ ഗൈസ് ഈ ഒരു പൗച്ചിനകത്ത് ഉമ്മിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മളിതാ ഒരു ബോഡി സ്ക്രബാണ് ഗൈസ്. പിന്നെ സോപ്പുണ്ട്. പിന്നെ ഒരു കോംബോ ഉണ്ട് ഈ മുടിയിൽ പെട്ടെന്ന് ചേർക്കാൻ. പിന്നെ വേറൊരു കോംബോ ഉണ്ട്. പിന്നെ ഒരു ടൂത്ത് പേസ്റ്റ് ഉണ്ട്. പിന്നെ ഉമ്മിയുടെ ഫേസ് വാഷ്. പിന്നെ ഉമ്മിക്കൊരു ബ്രഷ്. പിന്നെ ഓയിൽ. ഇത് ഇത്രയാണ് ഈ ഒരു ഇതിൽ വരുന്നത്. പിന്നെ ഗൈസ് നമ്മളൊരു കെറ്റിലും കൂടി എടുത്തിട്ടുണ്ട്. എന്തായാലും ഹോസ്പിറ്റലിൽ ചൂടുവെള്ളത്തിനൊക്കെ ആവശ്യം വരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വയ്യ ഗൈസ്. സോ നമ്മളൊരു കെറ്റിലും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി വെച്ച് അപ്പോൾ ഗൈസ് ഇതോടെ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഇവിടെ ക്ലോസ് ആവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയും നമ്മുടെ വീഡിയോസ് സെറ്റ് വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.